ഞാൻ ജയസൂര്യയുടെ വീട്ടിൽ ജയസൂര്യയായിട്ട് സംസാരിച്ചു. പുറത്തിറങ്ങിയതിന് ശേഷം നോക്കുമ്പോൾ അവിടെ ഒരു പഴയ വാതിൽ, ഏകദേശം ഒരു 300 വർഷം പഴക്കം. ഞാൻ പുറത്തിറങ്ങി എൻ്റെ കൂടെയുള്ള സംവിധായകൻ്റെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹത്തിന് സ്ത്രീകൾ കാരണം അപഖ്യാതി ഉണ്ടാകുക, സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുക, കർമ്മസ്ഥാനത്ത് ബന്ധനം ഉണ്ടാകുക. ബന്ധനം ഉണ്ടായേ പറ്റൂ. ഒന്ന് അതിലെ ചിത്രങ്ങൾ, രണ്ട് അതിൽ കെട്ടിയിരിക്കുന്നൊരു മണി. പഴയ 300 വർഷം പഴക്കമുള്ള ഈ വാതിലിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന ഈ മണിയും ആ വാതിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ വാതിലിനകത്തൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പ്രേതാത്മാക്കളുടെ സഞ്ചാരമുണ്ട്. ആ കല്ലിൽ എന്തുണ്ടെന്ന് ഞാൻ നോക്കിയില്ല. പക്ഷെ രാത്രി വീട്ടിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ രാത്രിയാവുമ്പോൾ മണിമുഴക്കം കേൾക്കുക, ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഞാൻ കണ്ണടച്ച് വെക്കുമ്പം ഒരു കോട്ടിട്ട ഒരാൾ ആ മുറിക്കകത്ത് വയ്ക്കുക. മധുസൂര പണിക്കടുത്ത് പറഞ്ഞ് ഇങ്ങനൊരു കല്ല്, പുള്ളി പറഞ്ഞു ഇതിലൊരു കുരിശുണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ പൊടിച്ചപ്പോൾ അതിനകത്തൊരു കുരിശാണ്. ഇത് കടമുറ്റത്തച്ഛൻ 19 യക്ഷികളെ തരിച്ച കല്ലാണ് ഈ കല്ല്. 19 അതാണ് എൻ്റെ മണി കാണുന്ന നോവല്. സ്വാമി തന്ത്രിയുടെ വിഷയം പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ സ്വാമി ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഇതിൽ പറയുന്നുണ്ട്, ജയറാമുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ കുറേ വിഷയങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമാ നടന്മാരായിട്ടുള്ള പല ആളുകൾക്കും വരുന്ന വിഷയങ്ങൾ വലിയ വിഷയങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നോക്കിക്കഴിഞ്ഞാൽ നടൻ ജയസൂര്യയ്ക്ക് അദ്ദേഹത്തിന് വീണ്ടും വലിയ വിഷയങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നത് സിനിമാ നടന്മാരെ സംബന്ധിച്ചിടത്തോളം സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ വളരെ കൂടുതലാണ്. ഇപ്പം ഞാനൊരു നടൻ്റെ അടുത്തൊരു കഥ പറയും, ഞാൻ കഥ പറയാൻ പോവില്ല ആരടുത്ത്. അപ്പോൾ എൻ്റെ സംവിധായകൻ പറഞ്ഞു, സ്വാമിയോട് വരണം. ഞാൻ കഥ വായിക്കുന്നൊരു മേലോട് പറഞ്ഞു, നിങ്ങൾക്ക് 100% ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ. നിങ്ങൾക്ക് 100% ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ കഥ ചെയ്യാവൂ. കാരണം എൻ്റെ കഥ ഇത് പ്രശ്നമുള്ള കഥയാണ്. ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി കഥ കേട്ട ഉടനെ തന്നെ ഇദ്ദേഹം എഴുന്നേറ്റ് പോയി. ഒരു 10 മിനിറ്റ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ പൂജാ മുറിക്കകത്തൊരു സംഭവമുണ്ട്, ആ നാണയം ഇട്ട് നോക്കിയിട്ട് ഇവിടെ വന്ന് പറ്റൂല എന്ന് പറയൂ. പുള്ളി പറ്റൂല എന്ന് പറഞ്ഞു. അന്ധവിശ്വാസമാണ്. ഒന്നുകിൽ അത് ചെയ്യാൻ പറ്റാത്ത, ഞാൻ സബ്ജക്റ്റ് ഏതാണെന്ന് പറയുന്നില്ല, കാരണം ആ സബ്ജക്റ്റ് എനിക്ക് എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് അത് ആരാലോ എഴുതിക്കപ്പെട്ട ഒരു കൃതിയാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് അടുത്ത മാസം അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. അത്തരത്തിലുള്ള അന്ധവിശ്വാസമുള്ള ആൾക്കാർ സിനിമയിൽ ഉടനീളമുണ്ട്. കോരസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ചീട്ട് വെച്ച് മാത്രം സിനിമ നോക്കി പറയുന്ന ഒരു കാലഘട്ടം കോരയുടെ കൂടായിരുന്നു സിനിമ. ജോഷി സാറിൻ്റെയൊക്കെ സിനിമകൾക്കും അങ്ങനെയുള്ള ഒരുപാട് സിനിമകളും ഒക്കെ നോക്കി പറയുന്നത്. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഇത് കാണൂല. അപ്പോൾ എനിക്കൊന്ന് പഴയ സിനിമകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു പരുന്ത് പറക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രാമം. അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. ഓരോരുത്തരുടെ മതവിഭാഗത്തിൽപ്പെട്ട ഇപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ, പിന്നെ ദൈവത്തിൻ്റെ, ഹൈന്ദവ ദൈവങ്ങളുടേത് ഒക്കെ കാണും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണും. ഞാൻ അതിനെയൊന്നും തള്ളിപ്പറയുന്നില്ല. ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചാണ്. ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്നാലുണ്ടല്ലോ, ഈ സിനിമാ നടന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നടൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ നടൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഞാൻ ജയസൂര്യയുടെ വീട്ടിൽ ജയസൂര്യയായിട്ട് സംസാരിച്ചു. പുറത്തിറങ്ങിയതിന് ശേഷം നോക്കുമ്പോൾ അവിടെ ഒരു പഴയ വാതിൽ, ഏകദേശം ഒരു 300 വർഷം പഴക്കം വരും. പനമ്പള്ളി നഗറിലാണ്, 300 വർഷം പഴക്കം വരും. അപ്പോൾ ഞാൻ ജയസൂര്യയോട് ചോദിച്ചു, ഈ വാതിൽ എവിടുന്നാണ്? അപ്പോൾ പറഞ്ഞു, ഇത് ഏതോ തറവാട്ടിൽ കൊണ്ടുവച്ച്. ഞാൻ പുറത്തിറങ്ങി എൻ്റെ കൂടെയുള്ള സംവിധായകൻ്റെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹത്തിന് സ്ത്രീകൾ കാരണം അപഖ്യാതി ഉണ്ടാകുക, സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുക, കർമ്മസ്ഥാനത്ത് ബന്ധനം ഉണ്ടാകുക. ബന്ധനം ഉണ്ടായേ പറ്റൂ. ഒന്ന് അതിലെ ചിത്രങ്ങൾ, രണ്ട് അതിൽ കെട്ടിയിരിക്കുന്നൊരു മണി. അത് പൊളിച്ച് ആദ്യം മാറ്റണം. വീട്ടിലെ ഈ പഴയ 300 വർഷം പഴക്കമുള്ള ഈ വാതിലിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന ഈ മണിയും ആ വാതിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ വാതിലിനകത്തൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പ്രേതാത്മാക്കളുടെ സഞ്ചാരമുണ്ട്. ഇത് ഏതോ തറവാടിലെ മാന്ത്രികന്മാരോ അല്ലെങ്കിൽ ഒരു കുലം മുഴുവൻ നശിച്ച നാമാവശേഷം കാരണക്കാരായ ശവങ്ങൾ എത്രയോ പുറത്തേക്കും അകത്തേക്കും കൊണ്ടുപോയിട്ടുള്ള അതിൻ്റെ എനർജി അതുമായിട്ടുണ്ട്. ഇതിനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചാൽ ബന്ധനം ഉണ്ടായേ പറ്റൂ. അതാണോ ജയസൂര്യക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അത് ഇളക്കി മാറ്റണം. മാറ്റിയില്ലെങ്കിൽ ഭീകരമായ പ്രശ്നമാണ്. ഇപ്പോൾ കടമുറ്റത്തച്ഛന് എൻ്റെ ഒരു കല്ല് എൻ്റെ കയ്യിലുണ്ട്, അതിനകത്തൊരു കുരിശാണ്. ഞാനൊരു ഒരു ക്രിസ്ത്യൻസ് വീട്ടിൽ ഒരു വലിയ വിഷയങ്ങളുണ്ടാക്കി, അവരെ വീട് മുഴുവൻ തരിപ്പണമായി. അങ്ങനെ എന്നെ പല പ്രാവശ്യം കണ്ടിട്ട് ഞാനൊരു ദിവസം രാത്രി ഇവരെ വീട്ടിൽ പോയി. പകൽ ഞാൻ അങ്ങോട്ട് വണ്ടിയിൽ ഇറങ്ങുമ്പോൾ തന്നെ പശുക്കളൊക്കെ ഭയങ്കര ബഹളം ഉണ്ടാക്കി. ജോണി എന്നങ്ങാണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്, സെക്യൂരിറ്റി ആയിരുന്നു നമ്മുടെ ലൂസിയ ഹോട്ടലിലെ. ഞാൻ പോയി, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചോ, ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ, നിങ്ങളുടെ വീട്ടിൽ ഒരു കല്ലാണ് പ്രശ്നം, ആ കല്ല് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ശരി സ്വാമി വരാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഞാനിത് പരസ്യമായിട്ടല്ലേ പറയുന്നത്. ആ കല്ല്
ഈ കല്ല് ആരാണ്ട് അവിടെ വൃത്തിയാക്കാൻ വന്നവരുടെ തോട്ടിലും കണ്ടിട്ട് ഈ കല്ല് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഹോമിച്ച് എടുത്തകത്ത് വെച്ചു. ആ കല്ലിൽ എന്തുണ്ടെന്ന് ഞാൻ നോക്കിയില്ല. പക്ഷെ രാത്രി വീട്ടിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ രാത്രിയാവുമ്പോൾ മണിമുഴക്കം കേൾക്കുകയാണ്, ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഞാൻ കണ്ണടച്ച് വെക്കുമ്പം ഒരു കോട്ടിട്ട ഒരാൾ ആ മുറിക്കകത്ത് വയ്ക്കുക. ഇതെന്താ അന്ധവിശ്വാസം മുന്നിൽ എൻ്റെ ആ കല്ല് കൊണ്ടുവച്ചേക്കണം മുറിക്കകത്ത്. പിറ്റേ ദിവസം രാവിലെ ഞാനന്ന് പെരുമ്പാവൂർ താമസിക്കുകയാണ് ഒറ്റയ്ക്ക്. ഞാൻ ഈ കല്ലെടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ഈ കല്ല് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഞാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് നാഡീശാസ്ത്രത്തിൽ പോകാനായിട്ട് വസിഷ്ഠ നാടി പോയിട്ട് ഇത് എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാറിനകത്ത് കയറുമ്പോൾ മോളിൽ നിന്നൊരു പാമ്പ് ഒന്നിൻ്റെ പുറത്ത് വീണു ഈ വണ്ടിയുടെ. ശരിക്കും ഞെട്ടിപ്പോയ കാര്യങ്ങളാണ്. ഇതൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ സംഭവിച്ച ഇതൊന്നും അന്ധവിശ്വാസം വളർത്താൻ ഒരാളെ വിശ്വസിപ്പിക്കാനുള്ളതല്ല. ഞാൻ ഈ കല്ല് കൊണ്ടുവന്ന് അവിടെ വെച്ചു. വസിഷ്ഠ നാടിയിൽ കൊണ്ടുപോയിന്ന് മധുസൂര പണിക്കടുത്ത് പറഞ്ഞു ഇങ്ങനൊരു കല്ല്. പുള്ളി പറഞ്ഞു ഇതിലൊരു കുരിശുണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ പൊടിച്ചപ്പോൾ അതിനകത്തൊരു കുരിശാണ്. ഇത് കടമുറ്റത്തച്ഛൻ 19 യക്ഷികളെ തരിച്ച കല്ലാണ്. ഈ കല്ല് 19 അതാണ് എൻ്റെ മണി കാണുന്ന നോവല്. അച്ഛൻ തറച്ച കല്ലാണ്. ഈ കല്ല് ഒരു കാലത്ത് പാലക്കാട് പല വിഭാഗത്തിൽ നിന്ന് ഈ തറവാട്ടിലേക്ക് ആൾക്കാർ കാളവണ്ടിയിൽ വരുമായിരുന്നു. ഇത് കാന്തല്ലൂരിലെ പൃഥ്വിങ്കര ദേവിയുടെ നടപ്പടിയിൽ കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരും. ഞാൻ അവിടെ ബൈബിൾ വെച്ച് ഫലം പറയും. അച്ഛൻ്റെ പ്രതിഷ്ഠ വയ്ക്കണമെന്നുകൊണ്ടിരിക്കും. കാരണം അച്ഛനെ ഇങ്ങനെ ഇവിടെ കാണുന്ന അച്ഛന്മാരൊന്നുമല്ല, കൃത്യമായ അച്ഛൻ്റെ രൂപം. കർണേക്ഷി കാതിൽ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് കണ്ടാൽ പോരാ, എനിക്ക് കേട്ടാൽ പോരാ, കാണണമെന്ന് പറഞ്ഞ് എനിക്ക് ദർശനം തന്ന് ഞാൻ കർണേക്ഷി ഉണ്ടാക്കി എൻ്റെ സമാധി ഗുഹയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. പലരെയും കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ വിളിച്ച് കാണിക്കുന്നുണ്ട്. കാണിക്കൂ. കർണേക്ഷിയുടെ മന്ത്രം ഞാൻ എൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുത്ത് ഇത് നീ അധികം ജപിക്കരുതെന്ന് പറഞ്ഞു. അവൻ ഒറ്റ രാത്രി കൊണ്ട് 10,000 ജപിച്ച്. അപ്പോൾ തന്നെ പുകയ്ക്ക് ധൂമത്തിലൂടെ പ്രത്യക്ഷപ്പെട്ട് നിൻ്റെ അടുത്തെല്ലാം ജപിക്കേണ്ടെന്ന് പറഞ്ഞത്. ബോധമില്ലാതായിപ്പോയി. ഇതൊക്കെയുണ്ട്. എനിക്കും ഒരു മടിയില്ല ഇതൊന്ന് കൊടുക്കാൻ. ഞാൻ 21 പേർക്ക് കർണേക്ഷി ഉപാസന കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരുത്തല്ലല്ലോ യോഗ്യത. ഇത് വിറ്റ് കാശാക്കാൻ പറ്റുമോ? സ്വാമി സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, കർണേക്ഷിയുടെ ഉപാസന തരുമെന്ന് ചോദിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. കുറച്ച് പൈസ ഉണ്ടാക്കാൻ വല്ല മാർഗമുണ്ടോ? സ്വാമിക്ക് എത്ര തരണം? ഇതാണ് ചോദിക്കുന്നത്. എന്നാൽ ഇത് നീ ജീവിക്കാൻ നിനക്ക് അതുകൊണ്ടൊരു മാർഗം ഉണ്ടെങ്കിൽ നീ അത് ചെയ്തോ. പക്ഷെ ഇതല്ല, ഇത് വിൽക്കാനുള്ള ആൾക്കാർ. ഇതെങ്ങനെ വിൽക്കാൻ പറ്റും? ഒരു ജ്യോതിഷനെ എനിക്കൊരു ശിഷ്യനുണ്ടായിരുന്നു. അയാൾ മരിച്ചുപോയി. അയാളാണ് ആ യൂട്യൂബ് ചാനലുമായിട്ട് ചേർന്നിട്ട് എന്നെ അവിടെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. അയാൾ മരിച്ചുപോയി. 8ാം പ്രതിയായിരുന്നു. എന്തുകൊണ്ടാണ്? പണം ഉണ്ടാക്കുക യാതൊരു മാർഗത്തിൽ. ആ പണം ഉണ്ടാക്കാൻ അത് അനുഭവിക്കാൻ പറ്റില്ല. നമ്മൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്ത്രമാന്ത്രികങ്ങളിൽ വളരെ വളരെ ഞാൻ പറഞ്ഞു ഒരാൾക്കും ആധികാരികമായിട്ട് ഇതാണ് ശരി ഇതാണ് തെറ്റ്. കാരണം നമുക്കറിയാത്ത ഇതൊരു വലിയ കടലാണ്. അതിൽ ഒരു ചിരട്ടയിലെ വെള്ളം കോരി ഇതാണ് കടലെന്ന് പറയുന്ന പോലെയാണ്. ഒരാൾക്കും ഇതിൻ്റെ അന്ത്യം പറയാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. ഇതാണ് ശരി, ഇങ്ങനെയാണ് എങ്ങനെ പറയും? അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്ന് കാണും. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? മനസ്സിലായി. അതുകൊണ്ട് ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ പച്ചയ്ക്ക് പറയുവാണ്. എനിക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളൂ. എനിക്ക് ഒരു മാന്ത്രികതയെ അറിയില്ല. പക്ഷേ ഒരാളുടെ കർമ്മം പറഞ്ഞാൽ ഒരാളുടെ മൃത്യുവിനെക്കുറിച്ച് പറയും, എൻ്റെ മരണത്തെക്കുറിച്ച് പറയും, എൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഞാൻ പറയും, എനിക്ക് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് പറയും. മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് വളരെ കൃത്യമായിട്ട് പറയും. ഞാൻ നിങ്ങൾ കുറേ പേരുടെ നമ്പർ തരാം, വിളിച്ച് ചോദിച്ചോളൂ. അല്ല, ഞാൻ തന്നെ ഒരു അനുഭവമല്ല ഇത്. നമ്മൾ ഒരാളെ ഒരു നിങ്ങൾ നാളെ ഇവിടെ അവിടെ സംഭവിച്ചത് ശ്രീകണ്ഠനാഥരുടെ ഷോയ്ക്കകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമില്ലാത്ത അവരുടെ മതങ്ങളിലുള്ള മാത്രമേ അവിടെ ഒരു മെജിഷ്യനെ കൊണ്ടിരുത്തിയിരുന്നു. അയാളെ എനിക്ക് പണ്ടേ അറിയാം. അയാൾ കോട്ടൊക്കെ ഇട്ടിട്ട് അയാളൊരു പ്രതിമ ഇങ്ങനെ കൈവെക്കണം. അയാളുടെ സൗണ്ട് ട്രാക്കിലൂടെ കേൾക്കുന്നതാണ് കൈവെക്കുന്നത്. അദ്ദേഹം കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെയാണ് ആത്മീയതയിലുണ്ടെന്ന് പുള്ളി വിചാരിക്കുന്നു. ഒരാൾ മാല കറക്കുന്നതോ ഇതൊക്കെ ഒരാളുടെ മൈൻഡിൻ്റെ പവറാണ്. എല്ലാവർക്കും ഞാൻ അതിനകത്ത് പറഞ്ഞ എന്താണ്, ഇതൊക്കെ എല്ലാവർക്കും സാധിക്കും. എല്ലാവർക്കും സാധിക്കുന്നതാണ്. അവൻ്റെ 6ാം ഇന്ദ്രിയം ഉണർന്നു കഴിഞ്ഞാൽ 6ാം ഇന്ദ്രിയം ഉണർത്തിയെടുക്കണമെങ്കിൽ അവന് പൂർവ്വജന്മത്തിൻ്റെ സുഹൃതം വേണം. പൂർവ്വജന്മമായിട്ട് ബന്ധമുണ്ടെങ്കിൽ 6ാം ഇന്ദ്രിയം ഉണരുള്ളൂ. അല്ലാതെ എൻ്റെ 6ാം ഇന്ദ്രിയം ഉണരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ജപിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒരുപാട് പേര് ജപിക്കുന്നവർ വരുമല്ലോ. ഒന്നും ഉണ്ടാവാതെ എന്താണ് അവന് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കണം. അപ്പോൾ അയാൾ അടച്ചാക്ഷേപിച്ച് പുള്ളി മന്ത്രജാലം കാണിച്ച് മാന്ത്രികത കാണിച്ച് 10-25 വർഷമായിട്ട് എനിക്കറിയാം. ഇപ്പോഴും പണ്ടത്തെ എന്താണോ ചെയ്യണം അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബാക്കിയല്ല ഓം ഗ്രീം എന്ന് പറഞ്ഞു. അവന് ഓം ഗ്രീം പറയരുത്, അതിൻ്റെ അർത്ഥം അറിയോ എന്ന് ചോദിച്ചു. ഓം ഗ്രീം കുട്ടിച്ചാത്ത അതറിയോ എന്ന് ചോദിച്ചു. അറിഞ്ഞുകൂടാ. അത് വലിയ വിപ്ലവമാണ്. നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടില്ലേ? അതിനടുത്ത് പുള്ളി എന്താ അദ്ദേഹം ജനിച്ച മതത്തിലും അല്ല അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹം ജീവിക്കുന്ന അതിനകത്തുള്ള ഒരു തന്ത്ര വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് പറയാത്തത് ഇതിൽ കയറി പിടിക്കുന്ന എന്തിനാ? ഹൈന്ദവതയെ ആർക്കും ആക്ഷേപിക്കാവുന്ന വിധത്തിൽ ആ തരത്തിലേക്ക് ഇവിടെ കുറേ പേര് മുരാരി തന്ത്രിയെ പോലുള്ളവർ. ഞാൻ ചോദിക്കട്ടെ, ഒരു അമ്മ ഒരു മകളെയും കൊണ്ട് ഇതുപോലുള്ള ജോത്സ്യൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് കയറ്റി വിടാൻ പോയി എന്തിനാണ്?
ആ അമ്മയ്ക്കാണ് ആദ്യം അടി കൊടുക്കേണ്ടത്. ബാധാദോഷം ഉണ്ടെന്ന് ഇങ്ങനെ പഠിക്കണില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരുമോ? ഇല്ല. എന്തിനാണ് ആ കുട്ടിയെ അയാളുടെ അടുത്തൊക്കെ പറഞ്ഞു വിട്ടത്? അയാൾക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് എന്തിനാണ്? അല്ലേ? അതെ. ഞാനിവിടെ ഒറ്റയ്ക്ക് റൂം എടുത്ത് ഞാൻ ടീച്ചറോട് ഇല്ലെങ്കിൽ ഫലം പറയില്ല. വീട്ടിൽ പറയില്ല, അവിടെ അമ്പലം പരസ്യമായിട്ടുണ്ട്, നിങ്ങൾ വന്നോളൂ, ബുക്ക് ചെയ്തിട്ട് അവിടെ വന്നാൽ ഫലം പറയാം. തെളിയുമെങ്കിൽ പറയും, തെളിയില്ലെങ്കിൽ എനിക്കൊന്നും പറയാനും പറ്റില്ല എന്ന് നമ്മൾ പച്ചയ്ക്ക് പറയുന്ന ഒരാളാണ്. ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഇതുകൊണ്ട് പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പരിഹാര കർമ്മങ്ങളൊക്കെ പരിഹാരങ്ങളുണ്ടെങ്കിൽ തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന പരിഹാരങ്ങളോട് അത് ചെയ്യണം. ഇപ്പം ഞാൻ അവിടെ അഞ്ചെല്ലാം റബ്ബർ തോട്ടത്തിനകത്തുള്ള അവിടെ പോയിരുന്നു ഞാൻ. അവിടെ ഒരു കോളനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് അതിൻ്റെ പ്രധാന ആൾ. അവിടെ ഒരു ഹരിയൻ കോളനി ഉണ്ട്, എൻ്റെ പുറത്തൊരു പള്ളിയുണ്ട്. അവിടെയോട്ട് ബന്ധപ്പെട്ട കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ പോലീസിനത് കണ്ടെത്താൻ പറ്റില്ല. അത് അന്വേഷണം വഴിതെറ്റിക്കാനായിട്ട് അവിടെ പാവയും സാധനങ്ങളും ഒക്കെ വഴിതെറ്റിക്കാൻ ഇട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ആ കോളനിയായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അതിൻ്റെ പുറകിലുള്ളത്. അവർ കൊണ്ടുവന്ന വഴി വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളെ കൊണ്ടുവന്നിട്ടുള്ള വഴി തന്നെ കൈയും കാലും കെട്ടിക്കൊണ്ടുവന്ന് അവിടെ ഞാനവിടെ ബോധ്യപ്പെടുത്തിയിട്ടാണ് വന്നത്. കണ്ടെത്താൻ ചിലപ്പോൾ എത്രയോ വർഷങ്ങളെടുക്കും, പക്ഷേ ഡെഫിനറ്റായിട്ട് കണ്ടെത്തുമ്പം അവിടെയുള്ളൊരു ഹരിജൻ കോളനിയായിട്ട് അവിടെ ഒരു ബന്ധം ഉണ്ടാകുന്നുള്ള 100%. എത്രയൊക്കെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ എനിക്ക് പുസ്തകം എഴുതി അങ്ങ് ജീവിച്ചാൽ പോരെ? ഇല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് കുറേ ഉണ്ടാകും. എന്നാൽ ഞാനും ടീച്ചർ മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കിയാലും ആരും അനുഭവിക്കാനില്ല. ഇപ്പോൾ കാന്തല്ലൂർ ആശ്രമമുണ്ട്, ആരും നോക്കാനാണ്? ആരുമില്ല, കാട് കയറും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ശേഷം പ്രളയമെന്നല്ല, എനിക്ക് ശേഷം ആളില്ല. എനിക്ക് 5 ശിഷ്യന്മാരുണ്ട്, ബഹുകേമന്മാരാണ്. എൻ്റെ ഒരു മന്ത്രം പോലും അവർ ഞാനില്ലാതെ ചെയ്യില്ല. അതെന്താ? ഈ നമ്മളിതെന്തില്ല എന്ന് പറയുന്ന പ്രേതബന്ധങ്ങൾ, മരണശേഷമുള്ള പ്രേമതം എന്ന് പറഞ്ഞാൽ സാരി കൊടുത്ത് മുടി അയച്ചിട്ട് പാടുന്നതല്ല, ധൂമമാണ്. ഒരു ധൂമലക്ഷണമേ കാണുള്ളൂ. കാണുന്ന ആളിൻ്റെ സങ്കല്പം അനുസരിച്ചാണ്. മേഘം പോലാണ്, നമ്മൾ തൊട്ടാൽ ഒന്നും കാണില്ല. ഈ ദേവതകളെ പോലെ ഗന്ധർവന്മാർ, യക്ഷികൾ അല്ലെങ്കിൽ ഭൂതങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിലുണ്ടോ? ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിലുണ്ടോ? അതായത് യക്ഷി, ഗന്ധർവൻ, ഇതൊക്കെ സാന്നിധ്യ ശക്തികളല്ലേ? ഞാൻ പറഞ്ഞു ഇതൊക്കെ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പരമശിവൻ്റെ പടം, ശിവാശിയിലെ കുഞ്ഞിരാമൻ വരയ്ക്കുന്ന പടമാണോ നമ്മൾ? അതാണോ പരമശിവൻ? നിങ്ങൾ കാന്തല്ലൂരിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കൂടെ നിങ്ങളതിങ്ങനെ പിടിച്ചു നോക്കിയേ, ആ കുടം തെറിച്ചു പോവും. ഞാൻ മുറ്റത്താണ് വെച്ചേക്കുന്നത്. ശിവലിംഗം, വലിയ ശിവലിംഗം മുറ്റത്താണ് വെച്ചേക്കുന്നത്. അവിടെയുള്ള ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കൂടെയും ഒരു കുടം വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല, തെറിച്ചു പോകും. എങ്ങനെ ഉണ്ടാവണേ? പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു ലെയറിൽ എനർജി ഉണ്ട്, അത് ഇതിലേക്ക് വരും. ക്ഷേത്ര പരിസരത്തുണ്ടാകുന്ന കാര്യങ്ങളുണ്ട്, ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഇതെല്ലാം എനർജികളാണ്. ആ എനർജിയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, ഏത് തരത്തിലാണ് കാണുന്നത്? ഇവിടെ അന്ധതയല്ലേ? ഇപ്പം ഞാൻ പിന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്നു. ഇവിടെ എത്ര കമ്മ്യൂണിസ്റ്റുകാർ തലയും മുണ്ടിട്ടുകൊണ്ട് വരും എൻ്റെ അടുത്ത് മക്കളുടെ ജാതകം നോക്കാൻ? സ്വാമി ഒന്ന് നോക്കി പറയണം. എന്തൊരു കമ്മ്യൂണിസം? ഒരു കമ്മ്യൂണിസവും ഇല്ല. മനുഷ്യരാണോ? അവന് മുറിഞ്ഞാൽ നോവും, കരഞ്ഞാൽ കണ്ണീരും വരും. ദൈവം ഉണ്ടെങ്കിൽ അവനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തന്മാരുള്ളത് ഇതിനകത്താണ്. അതിൻ്റെ പരിണിത ഫലം കമ്മ്യൂണിസ്റ്റുകാരാണ്. ഏറ്റവും കൂടുതൽ ഭക്തന്മാരുള്ള കമ്മ്യൂണിസത്തിനകത്താണ്. സമയം നോക്കാതെ ഒന്നും ചെയ്യില്ല. ഇതാണ് നമ്മുടെ പ്രിയ സഖാവ് കറുത്ത കാറിൽ യാത്ര ചെയ്യണത്, എല്ലാം കറുപ്പാണ്. ദൈവികമായുള്ള ശക്തി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നിയമത്തിൻ്റെ മുമ്പിൽ നിന്നൊക്കെ ചിലപ്പോൾ യുവന്മാരെല്ലാം രക്ഷപ്പെടുമായിരിക്കും. ഈ കള്ളന്മാരെ തലമുറ കാണില്ല, 3ാം തലമുറയോട് കൂടി. ഈ ശബരിമല വിഷയത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശബരിമല വിഷയം, അയ്യപ്പന് സ്വർണം വേണ്ട, അയ്യപ്പന് പൂജ വേണ്ട, ഇതൊന്നും ആവശ്യമില്ല. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. ഒരു ദൈവത്തിനും ഇതൊന്നും ആവശ്യമില്ല. പക്ഷെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അവിടെ അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്ന് ദേവപ്രശ്നത്തിലൊക്കെ തെളിയുന്നതോ? ഈ ദേവപ്രശ്നം പറയണ ആരാണ്? കൊടിമരത്തിന് പ്രശ്നമുണ്ടെന്ന് ആരാ പറയിപ്പിച്ചേ? ഞാൻ ചോദിക്കട്ടെ, ദേവപ്രശ്നത്തിനകത്ത് പ്രശ്നങ്ങൾ വിധിപ്രകാരം പറയുന്നവരുണ്ടാവും. പക്ഷെ അതിൻ്റെ സത്യസന്ധതയും കൂടെ ആലോചിക്കണം. എന്താ PS കുറുപ്പ്? ആ കുറുപ്പ് പെട്ടുപോയത് എങ്ങനെയാണ്? കുറുപ്പിനെ കുറിച്ച് അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, കുറുപ്പ് നമ്മുടെ ഈ ജഡ്ജിമാരായിരുന്നാലും അവർ മനുഷ്യരാണ്. നമ്മൾ എവിടെയാണോ നമുക്ക് ആസക്തി തോന്നുന്നിടത്ത് നമ്മുടെ ജീവിതം അവസാനം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ആ സമയത്ത് നീ ഈ ഭൂമിയിൽ അനുഭവിക്കാനുള്ളത് ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചു പോകും. അവർ ഒപ്പിടും. ഞാൻ അവരെ കള്ളത്തരം ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ കലിയുഗത്തിൽ അയ്യപ്പൻ്റെ വിഷയത്തിൽ ഇത് സംഭവിച്ചേ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളുമായിട്ട് ഇത്രയും പ്രിയമുണ്ടായിരുന്ന പ്രിയം എങ്ങനെ നഷ്ടപ്പെട്ടെ? ഓരോ ദിവസവും അവർക്ക് പ്രശ്നങ്ങളില്ലേ? അവർക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓരോന്ന് പാർട്ടിക്കകത്തുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ? ശബരിമല വിഷയം കൊണ്ടാണോ? ശബരിമല വിഷയം മാത്രമല്ല, ഇത് നമ്മൾ എവിടെയാണോ ഒരു വിശ്വാസത്തിനെ നമ്മളില്ല എന്ന് പറയുന്നത്, എവിടെയാണോ ഒരു വിശ്വാസം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആ വിശ്വാസ പ്രമാണത്തെ തച്ചുടക്കാൻ ശ്രമിക്കുന്നത്, അവിടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അതിനകത്ത് പരശുരാമൻ കോടാലി എറിഞ്ഞ്
മഴ എറിഞ്ഞാണ് കേരളം ഉണ്ടായി എന്നുള്ള കഥയെക്കുറിച്ചിട്ടുള്ളൊക്കെ പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു സ്വാമി എന്തിനാണ് പോയെന്ന്. ഗണപതി മിത്താണ് എന്ന് പറയുന്ന ആളുകൾ അല്ലേ, ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം തന്നെ നമ്മളിതെല്ലാം നമുക്ക് ആർക്കും ആരോടും എന്തും തർക്കിക്കാം, എന്തും പറയാം. പക്ഷേ ഒരു സത്യം ഞാൻ പറയാം, നമുക്കറിയാത്ത ഒന്ന് നമുക്ക് ചുറ്റൂടെ സഞ്ചരിക്കുന്നുണ്ട്. നമുക്കറിയാത്ത ഒന്ന്. സ്വാമി വിശ്വസിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ദേവതകൾ ഉണ്ട് എന്ന്? അതായത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളും പറയുന്നുണ്ട്, ഇപ്പം ഗണപതിയുടെ ഓരോ ശരീരഭാഗങ്ങൾ വെച്ച് ഒരു സങ്കല്പമായിട്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഗണപതിയുടെ കഥകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശിവൻ തന്നെ തലയറുത്ത് കളയുന്നതും പിന്നീട് ഒരു ഗജത്തിന്റെ തല കൊണ്ടുവെക്കുന്നതും അങ്ങനെയുള്ള കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ആ കഥകളിലെ ദേവത അത് തന്നെ ആകുന്നത് എങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഭാരതത്തിൻ്റെ സംസ്കാരം, ഋഷി സംസ്കാരം, ഒരു ഋഷിമാരുടെ സംസ്കാരമുള്ള ഒരു രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ പവിത്രമായ, വിദേശത്ത് 10-20 വർഷം കഴിയുമ്പോൾ അവർക്ക് ജീവിതം മടുത്ത് ഭാരതത്തിലേക്ക് വന്ന്, നിങ്ങൾ ഹിമാലയത്തിലെ ഗുഹാന്തരങ്ങളിലും ഹിമാലയത്തിലെ കാടുകളിലും ഇതുപോലെ ആശ്രമങ്ങളല്ല, ആശ്രമത്തിൽ വെച്ച് വീണയും വായിച്ച് പാട്ട് പാടുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അവർക്ക് ജീവിതം യഥാർത്ഥ ഭക്തി തേടി വരുന്നത്. രജനീകാന്ത് ഒരു പടം കഴിഞ്ഞാൽ നേരെ ഹിമാലയത്തിൻ്റെ ഗുഹാന്തരങ്ങളിൽ പോയിരിക്കും, നരേന്ദ്രമോദി പോയിരിക്കും. ഒരു സംസ്കാരമാണ് ഭാരതത്തിലുള്ളത്. ആ സംസ്കാരത്തെ നശിപ്പിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ ഇതിനെല്ലാം നമുക്കറിയാൻ പറ്റാത്ത വലിയ സാന്നിധ്യ ശക്തികളുണ്ട്, ചൈതന്യങ്ങളുണ്ട്. അത് ഗണപതിയാണോ പരമശിവനാണോ മഹാവിഷ്ണുവാണോ ഇതൊന്നും അല്ല വിഷയം. ഒരു ശക്തി, ആ ശക്തി ഈ ഭാരതത്തിൽ മറ്റൊരു രാജ്യം, ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ചൈനയിലെന്താ നാഗങ്ങളെ കൊല്ലുക, അതൊക്കെ വളർത്തിയിട്ട് നമ്മളിവിടെ മീനിനെ വളർത്തി കൊല്ലുന്ന പോലെയുള്ളൂ. നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ കേരളത്തിലുണ്ടാകുന്ന നാഗങ്ങളെന്ന് പറഞ്ഞാൽ അനന്തൻ, വാസിയും, ശേഷൻ, പത്മനാഭൻ, നഞ്ചൻ, കമ്പനൻ, ശംഖുപാലൻ, ത്രിദാർശൻ, തക്ഷയം എന്ന് പറയുന്ന ശക്തമായ നാഗസാന്നിധ്യങ്ങൾ. അവൻ ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ, ഇപ്പം എന്നെ ഒരു പയ്യൻ, ഞാനിവിടെ ഫലം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യൻ ഓടി എൻ്റെ അടുത്തേക്ക് കയറി. ഞാൻ പറഞ്ഞു, ഇവിടെ ആൾക്കാർ ഫലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ കണ്ടില്ലേ? കണ്ടു സ്വാമി. ഞാൻ പറഞ്ഞു, ഇന്ന് ശിവരാത്രിയാണ്, നിന്നെ പാമ്പ് കൊത്തും, നീ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ കുമാരകോവിലകത്ത് പോയി നിന്നോളാൻ പറഞ്ഞു. അവനെ അന്ന് രാത്രി കുമാരകോവിലകത്തോട്ട് കുത്തി പാമ്പ്. അവൻ്റെ വീഡിയോ കാണാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല അവിടെ പോയി, പക്ഷെ കുത്തി അവൻ രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ താമസിക്കുന്ന റൂമിന്റെ താടി തിരിപ്പുണ്ടെന്ന്. അദ്ദേഹം പാമ്പ് കടിച്ചിട്ട് മരണപ്പെട്ടില്ല. അപ്പോൾ അവൻ പൂർവ്വജന്മത്തിൽ, ഞാൻ പറഞ്ഞു നിന്റെ പൂർവ്വജന്മം, അവൻ ക്രിസ്ത്യാനിയാണ്, തമിഴൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ പറഞ്ഞു, നീ പൂർവ്വജന്മത്തിൽ അവിടുത്തെ കാവൽക്കാരായിരുന്നപ്പോൾ രാത്രി ഒരു പാമ്പിനെ കടിച്ചു വന്നു, അത് ഈ ജന്മത്തിൽ വരും, നിന്നെ അവിടെ ഇട്ട് കുത്തും, കുത്തിയേ പറ്റൂ വിഷത്ത്. ആ പാമ്പ് പോകുന്ന സാധനം വിഷുവിൽ കാണാം, എൻ്റെ ഇല്ലാതെ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതെല്ലാം തന്നെ നമുക്ക് ബോധിപ്പിക്കാൻ പറ്റൂ. സ്വാമി വന്നിരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതെല്ലാമാണ് ശരി എന്ന് പറയാൻ പറ്റൂ? ഒന്നും പറ്റില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയാൻ മാത്രമേ പറ്റൂ. ആ പറയുന്നതൊക്കെ അന്ധതയാണ്. നമ്മൾ നാട് നശിപ്പിക്കാൻ കുറേ പേര് പറഞ്ഞാൽ ആ പറയുന്നവരുടെയൊക്കെ ഒന്നും ഇതാണ് തെറ്റെന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയില്ല, ഇല്ലേ? ഇപ്പോൾ പ്രേതബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കഥ ഞാൻ നിങ്ങളിപ്പോൾ രാത്രി എന്നെ വിളിച്ചു, സ്വാമി ഇതാ ഇന്ന സ്ഥലമുണ്ട്, ഞാൻ ഈ പറഞ്ഞിടത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് നമ്പർ തരാം, ആ വീട്ടുകാരുടെ നമ്പർ തരാം, ഞാൻ പോയിട്ടുള്ള നമ്പർ തരാം. ഞാൻ ഒരു പ്രോഗ്രാം പ്രേതഭൂമിയിലൂടെ എന്ന് പറഞ്ഞ് നിങ്ങൾ സമയമില്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കണ്ടുപിടിക്കാൻ എൻ്റെ കൂടെ കയറാൻ പറ്റിയാൽ എൻ്റെ ശരീരം മുഴുവൻ മുറിഞ്ഞടക്കാം. ഞാൻ പാലക്കാട് പോയി രാത്രി 4 മണിക്ക് എൻ്റെ ശരീരം അള്ളി കീറി കളഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുമോ? 5 പാടിപ്പോഴും ഉണ്ട് കാലിൽ. ഇതൊക്കെ സംഭവിക്കും, നമ്മൾ കാണൂല. ഇതെല്ലാം ഈ ഭൂമിയിലുണ്ട്. നല്ല കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, സത്കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ ചെയ്യുന്നവൻ മരണപ്പെട്ട് അവൻ അലയും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. ഒരു പൂജാരിക്ക് അവനെ തളയ്ക്കാനും പറ്റൂല. ഈ ബാധാദോഷം മാറ്റാമെന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. ഈ ശബരിമലയിൽ മോക്ഷണം ചെയ്ത ആളുകൾക്ക് ഇനി എന്താണ് സംഭവിക്കാൻ? മഹാദുരന്തമായിട്ട് തീരും. ഒരു കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലായിരിക്കും, ഒരു തെളിവുകളും കാണൂല. കാരണം സ്വർണ്ണമാണ്, കൊണ്ടുപോയി ഉരുക്കി മറ്റൊന്നാക്കും, തെളിവ് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ 3ാം തലമുറയോടുകൂടി ആ വംശം നശിച്ചു നാമാവശേഷം.